ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. ഇന്ന് നമ്മൾ തട്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ് നോക്കുന്നത്. സോ തട്പ ഈസ് റിട്ടൺ ബൈ ഗോപിനാഥ് മോഹൻറ്റി എന്ന് പറയുന്ന ഓഥറാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിയാംഗിരി ഹിൽസ് ഓഫ് ഒഡീഷയിലാണ്. ആൻഡ് ഈ സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നത് ദ ലൈഫ് ഓഫ് ദോംഗ്രിയ കൊന്ത് ട്രൈബൽ. ഓക്കെ, ദോംഗ്രിയ കൊന്ത് ട്രൈബൽ, DONGRIAKONDH. ഓക്കെ, അതാണ് ദോംഗ്രിയ കൊന്തിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഷോർട്ട് സ്റ്റോറി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോറി ഒരു ട്രൈബൽ മാൻ നെയ്മഡ് തട്പ, അദ്ദേഹം കുറച്ച് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ പുറത്തുനിന്ന് ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീനെ പറ്റി പഠിക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ഡിസ്കഷൻസ് അതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇവരുടെ ഈ ഒരു ലൈഫിനെ പറ്റിയിട്ടൊക്കെ. അതാണ് ബേസിക്കലി ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ആൻഡ് ആ ഒരു സ്മോൾ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിലൂടെ ഓഥർ നമുക്ക് കാണിച്ചു തരികയാണ് എന്താണ് ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ലൈഫ് ഹൗ സിമ്പിളാണ്, ജോയ്ഫുൾ ആൻഡ് എങ്ങനെയാണ് അവർ നേച്ചർ ലവിങ് ആയിട്ട് അവിടെ താമസിച്ച് വരുന്നതെന്ന്. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം അദ്ദേഹം മോഡേൺ ഡെവലപ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോറിയിലൂടെ ഓഥർ നമ്മൾക്ക് ഈ ഒരു ട്രൈബൽ പീപ്പിൾ എന്ന് വെച്ചാൽ അവർ ബാക്ക്വേർഡോ ഫൂളിഷോ ആയിട്ടുള്ള ആൾക്കാരല്ല, മറിച്ച് അവർ നേച്ചറുമായിട്ടൊരു ഹാർമണിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് കാണിച്ചു തരുന്നു. അവർ ഫ്രീഡം, ജോയ് ആൻഡ് ഹ്യൂമൻ കണക്ഷൻസിനൊക്കെ പൈസയേക്കാൾ മൂല്യം കൊടുത്താണ് ജീവിക്കുന്നത്. ഓക്കെ, സോ ദ വിസ്ഡം കം ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് ട്രഡീഷൻ ആൻഡ് നോട്ട് ബുക്സ് എന്നാണ് ഓഥർ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഒഡീഷയിലുള്ള നിയാംഗിരി എന്ന് പറയുന്ന ഹിൽസ്, വളരെ ഒരു ഫോറസ്റ്റ്, ഡെൻസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റിൽ, ആ ഒരു ഹിൽ ഏരിയയിൽ ദോംഗ്രിയ കൊന്ത് എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ജീവിക്കുന്നുണ്ട്. ഓക്കെ, അവർ വളരെ അധികം ഫാർ അവേ ഫ്രം ടൗൺ ആൻഡ് മോഡേൺ ലൈഫാണ്. അവരെ ചുറ്റും ഡെൻസ് ഫോറസ്റ്റ്, ഹിൽസ്, വൈൽഡ് ലൈഫ്, നേച്ചർ, അതൊക്കെ മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ട്രൈബ് ഏൻഷ്യൻ കസ്റ്റംസിനെ ഫോളോ ചെയ്ത് നേച്ചറിനെയും മദർ എർത്തിനെ അവർ ധരണി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, DHARANA, ധരണീനെയും വർഷിപ്പ് ചെയ്തുകൊണ്ടാണ് അവരവിടെ താമസിക്കുന്നത്. ഓക്കെ, ആൻഡ് അവരുടെ എന്താ പറയുക, ഭക്ഷണം കഴിക്കാനുള്ള നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ഇതെന്ന് പറഞ്ഞാൽ ഫാമിങ്ങും അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസിൽ നിന്നുമാണ് അവർ കണ്ടെത്തുന്നത്. ആൻഡ് കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ തട്പ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ ആ ഒരു നെയിമിങ് റിച്വൽസിലേക്ക് കൊണ്ടുപോകുകയാണ്. ഓക്കെ, സോ ഈ ഒരു തട്പ എന്ന് പറഞ്ഞാൽ ഒരു യങ് ആയിട്ടുള്ള ദോംഗ്രിയ കൊന്ത് ട്രൈബ്സ്മാനാണ്. ആൻഡ് ഈ ഒരു പേര് അവന് കൊടുക്കുന്നത്, ഈ ഒരു പേര് അവന് ഇടുന്നതെന്ന് വെച്ചാൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള റിച്വലിൽ കൂടെയാണ്. ഓക്കെ, ഒരു ആചാരം പോലെ. ആൻഡ് ഡ്യൂറിങ് ദിസ് റിച്വൽ ഈ ഒരു വില്ലേജിലെ പ്രീസ്റ്റ് കുറച്ച് ഡിഫറെൻറ്റ് നെയിംസ് ഇങ്ങനെ റിസൈറ്റ് ചെയ്യും. ആൻഡ് അവിടെ ഒരു പാത്രത്തിൽ ഗ്രെയിൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും, ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ. ആൻഡ് വെൻ ദ റൈസ് ഗ്രെയിൻ സ്റ്റുഡ് ഇറക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ നെയിം, ഒരു നെയിം പറയുമ്പം ആ റൈസ് ഇങ്ങനെ നേരെ നിൽക്കുന്നത് വരുമ്പോൾ അതൊരു സ്പിരിറ്റ്സിൻ്റെ സൈനായിട്ട് കണക്കാക്കി ആ ഒരു പേരാണ് ആ ചൈൽഡിന് ഇടുക അല്ലെങ്കിൽ ആ പയ്യന് ഇടുന്നത്. ഓക്കെ, അങ്ങനെയാണ് തട്പയ്ക്ക് അവൻ്റെ പേര് ലഭിക്കുന്നതെന്നാണ് സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദിസ് ഷോസ് ഹൗ ഡീപ്ലി ദ ട്രൈബ് ബിലീവ്സ് ഇൻ നേച്ചർ, സ്പിരിറ്റ്സ് ആൻഡ് ട്രഡീഷൻ. അവരുടെ ആ ഒരു വിശ്വാസങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിച്വൽ നമ്മളെ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് നമ്മുടെ കഥയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ദോംഗ്രിയ കൊന്ത് ട്രൈബൽ കമ്മ്യൂണിറ്റീനെ തൊട്ടടുത്തുള്ള വേറൊരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഡോംസ് എന്ന് പറയുന്നവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ദോംഗ്രിയ കൊന്ത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വളരെ സിമ്പിൾ ആൻഡ് ഇന്നസെൻറ്റ് ആണ്. ഓക്കെ, അവരുടെ ജീവിത രീതി തന്നെ അങ്ങനെയാണ്. ആൻഡ് ഹൗവർ ദേ ആർ ഓഫൻ എക്സ്പ്ലോയിറ്റഡ് ബൈ ദ ഡോംസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ അഡ്വാൻറ്റേജ്, ഇവർക്ക് ലോങ് ടേം പ്രോസസ്സിൽ ഇതിൻ്റെ വഴികൾ എന്താണെന്നൊന്നും അറിയാതെ അവർ കൊടുക്കുന്ന കുറച്ച് ചീപ്പായിട്ടുള്ള ലിക്വറിന് വേണ്ടിയിട്ട് ഇവരുടെ ഫെർട്ടൈൽ ലാൻഡ്സ്, ക്രോപ്സ്, ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഇതെല്ലാം അവർ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ആ ചീപ്പായിട്ടുള്ള ലിക്കർ വാങ്ങിക്കുന്നത്. ഓക്കെ, സ്ലോലി മച്ച് ഓഫ് ദ ട്രൈബൽ ലാൻഡും അവരുടെ കയ്യിലേക്ക് പോയി ചേരും. ഓക്കെ, ലീവിങ് ദ കോന്ത് പുവേഴ്സ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവരെ എത്തിക്കുന്നുണ്ട്. സോ
ഈ ഒരു കാര്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മളെ കാണിച്ചു തരുന്നതിലൂടെ ഓതർ പറയുന്നത് ഹൗ ഡിപ്പെൻഡഡ് ദേ ആർ, അല്ലെങ്കിൽ ഹൗ ഇന്നസെൻറ്റ് ദേ ആർ. അവർക്ക് ഈ ഒരു ലാൻഡ്സ് അവരുടേതാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അവർക്കത് വേണ്ടുന്നതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് തലമുറയ്ക്ക് വേണ്ടിയിട്ട് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ സേവ് ചെയ്ത് വെക്കും. തൊട്ടടുത്തുള്ള അയൽക്കാരന് ഒരു മീറ്ററിൻ്റെ വഴി പോലും നമ്മൾ വിട്ടു കൊടുക്കത്തില്ല അല്ലേ. പക്ഷേ അവരെന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവരൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാം ദൈവം തരും, അല്ലെങ്കിൽ ദൈവധരണി തരും, അങ്ങനത്തെ ഒരു ബിലീഫിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഔട്ട്സൈഡേഴ്സ് ജേർണി എന്ന് പറഞ്ഞിട്ട് ഒരു 7 ആൾക്കാർ ഇവരുടെ ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഔട്ട്സൈഡേഴ്സ് പുറത്തുനിന്ന് വരുന്നുണ്ട്. ആൻഡ് അവരുടെ ആ ലൈഫിനെയൊക്കെ നോക്കി കണ്ടതിന് ശേഷം അവർ തിരിച്ചു പോകുന്ന ഒരു യാത്രയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വൺ നൈറ്റ് എ ഗ്രൂപ്പ് ഓഫ് 7 ഔട്ട്സൈഡേഴ്സ് ട്രാവൽസ് ത്രൂ ദ ഡാർക്ക് ആൻഡ് ഡേഞ്ചറസ് ഫോറസ്റ്റ് ഓഫ് നിയാംഗിരി. അവരാരൊക്കെയാണ്? പരശുറാം, ഒരു ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. പിന്നെ പ്രൊഫസർ ഭരത്, ഒരു ആന്ത്രോപോളജിസ്റ്റാണ്. ദെൻ ഹരി പണി, എ ലോക്കൽ ഒഫീഷ്യൽ. ദെൻ മധുസൂദനൻ, ഒരു ഫോറസ്റ്റ് ഗാർഡാണ്. ദെൻ 3 അസിസ്റ്റൻറ്റുമാർ. ഇത്രയാണ് അവരുടെ ആ ഒരു 7 പേരടങ്ങുന്ന സംഘം എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്തിനാണ് വന്നത്? ടു സ്റ്റഡി ദ ദോങ്ക്രിയ കൊന്ത് ട്രൈബ് ആൻഡ് ഡിസ്കസ് വേസ് ടു ഡെവലപ്പ് ദം. അവരെ ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവരെ പറ്റി പഠിച്ചിട്ട്. സോ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ഡിഫിക്കൾട്ടാണ് അവർക്കൊക്കെ. ഇങ്ങോട്ട് വന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്, തിരിച്ചു പോകുന്നതാണെങ്കിൽ അതിലേറെ കഷ്ടപ്പെട്ടിട്ടാണ് കാണിക്കുന്നത്. റോഡുകളൊന്നുമില്ല, നാരോ ആയിട്ടുള്ള ഫോറസ്റ്റ് പാത്തുകളാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിത്തെളിച്ചിട്ട് അവർക്ക് ഇന്നാ പൊക്കോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തേക്കുവാണോ അല്ല, അത് വളരെ ഡെൻസായിട്ട് ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന ഫോറസ്റ്റിലൂടെ വേണം പോകാൻ. വളരെ സൈലൻ്റ് ആണ്, പ്രത്യേകിച്ച് രാത്രിയോടെയാണ്. അപ്പം വന്യമൃഗങ്ങളൊക്കെ വരുമോ അല്ലെങ്കിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും നല്ല പേടിച്ചിട്ടാണ് പോകുന്നത്. ഡാർക്ക്നെസ്സും അൺഫെമിലിയർ ആയിട്ടുള്ള ടെറൈൻ എന്ന് വെച്ചാൽ ആ ഒരു ജോഗ്രഫിക് കണ്ടീഷന് പറയുന്നതാണ്. കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ. സോ ആ ഒരു ജേർണി വളരെ റിസ്കി ആയിട്ട് ആ രാത്രിയിൽ അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആൻഡ് അവരങ്ങനെ പോകുന്ന സമയത്ത് അവിടെ അവർ കണ്ട, അല്ലെങ്കിൽ അവർ വിറ്റ്നസ് ചെയ്ത ആ ട്രൈബിൻ്റെ ഡോങ്ക്രിയ കൊന്തിൻ്റെ പുവറായിട്ടുള്ള ലിവിങ് കണ്ടീഷൻസിനെ പറ്റിയിട്ട് ഡിസ്കഷൻ വരുന്നുണ്ട്. ആൻഡ് അവസാനം ഡിസ്കസ് ചെയ്ത് അതൊരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റിലേക്ക് വരെ എത്തും. ഓക്കെ, ആൻഡ് സോ അവരെന്തിനാണ് പോയതെന്ന് വെച്ചാൽ ദേ ഒബ്സർവ് ദാറ്റ് ദ കൊന്ത് ലിവ് ഇൻ സ്മോൾ വില്ലേജസ് ഡിപ്പെൻഡിങ് ഓൺ ഫാമിംഗ് ആൻഡ് കളക്ട് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ദേ ഓൾസോ ടോക്ക് അബൌട്ട് ഹൗ ദ ഡോംസ് പ്രോഫിറ്റ് ബൈ ചീറ്റിംഗ് ദ ട്രൈബ്. ഇതിനെയൊക്കെ പറ്റിയിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പോകുന്ന വഴിയിൽ. ഓക്കെ, എങ്ങനെയാണ് അവരവിടെ താമസിക്കുന്നത്, ആൻഡ് ആ ഡോംസ് എങ്ങനെയാണ് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ഫാമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവരെങ്ങനെ താമസിക്കുന്നു, അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പോകുന്ന വഴിയിൽ. ആൻഡ് ആ ഒരു ഡിസ്കഷൻ ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റിലേക്ക് എത്തിപ്പോയിടുന്നുണ്ട്. ഓക്കെ, ആൻഡ് എന്താണ് അവരുടെ ഈ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഇടയിലും അവർ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഓൺ ഹൗ ടു ഇംപ്രൂവ് ദ ലൈഫ്സ് ഓഫ് ദോങ്ക്രിയ കൊന്തെന്ന്. ആ 7 പേർക്കും 7 അഭിപ്രായങ്ങൾ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ ഈ മധുസൂദനൻ എന്താണ് ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ അവർ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് അവർ എഡ്യൂക്കേഷനെ റെഫ്യൂസ് ചെയ്യുന്നു, ഹൈജീനെ റെഫ്യൂസ് ചെയ്യുന്നു, ദെൻ എന്താ പറയുന്നത് പുതിയ ഡെവലപ്മെൻറ്റ്സിനെ റെഫ്യൂസ് ചെയ്യുന്നു. അതൊന്നും അവരങ്ങോട്ട് അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലാണ് മധുസൂദനൻ പറയുന്നത്. നിങ്ങളിതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇതും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല, അവരെന്തായാലും നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല, ആ ഒരു ടോൺ ഓഫ് ടോക്ക്. ദെൻ ഹരി പണി എന്താണ് ഇതിനെതിരെ പറയുന്നതെന്ന് വെച്ചാൽ ട്രൈബ്സിന് റോഡ്സ് ആവശ്യമാണ്, സ്കൂൾസ് ആവശ്യമാണ്, ഇൻഡസ്ട്രീസ് വേണം, ഇവിടെ മോഡേണൈസേഷൻ വേണം. പുള്ളിക്കങ്ങ് വലിയ ഡ്രീംസാണ്. അവരെയൊന്ന് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തുഗ്ലക്കിൻ്റെ കഥയിൽ പറഞ്ഞ പോലെ വലിയ കാര്യങ്ങൾ അപ്പോഴേ പറഞ്ഞു പോകുകയാണ്. ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വേണം, അവരെയൊക്കെ അത് ചെയ്ത് കൊടുക്കണം, അവർക്ക് ഇത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുകയാണ്. ആൻഡ് ഇതിനെ നമ്മളുടെ പ്രൊഫസർ ഭരത് ഭയങ്കരമായിട്ട് ഡിസഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് അദ്ദേഹം വാൺ ചെയ്യുകയാണ്, റാപ്പിഡ് മോഡേണൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ട്രൈബ്സിൻ്റെ ആ ഒരു പീസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും, അല്ലെങ്കിൽ അവരെ തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അവർ ഇതുവരെയും പ്രാക്ടീസ് ചെയ്ത് വന്ന കൾച്ചറിനെ അല്ലെങ്കിൽ അതൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ വൾണറബിൾ ആക്കും. ഓക്കെ, പുതിയ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷനിലേക്ക് അവരെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പോലെ ആയിരിക്കും ഈ ഒരു മോഡേണൈസേഷൻ റാപ്പിഡായിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ. മോഡേണൈസേഷൻ അപ്പോഴും അദ്ദേഹം എതിർക്കുന്നില്ല, പക്ഷേ ഈ ഹരിപ്പനി പറഞ്ഞതുപോലെ ചടുപട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചെന്ന് ചെയ്തു കൊടുക്കണം, അങ്ങനെയല്ല നമ്മളുടെ പ്രൊഫസർ ഭരത്തിൻ്റെ അഭിപ്രായം. മോഡേണൈസേഷൻ വേണം, പക്ഷേ അത് സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു ടോണിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
അതിനുശേഷം പരശുറാം പറയുന്നുണ്ട്, ഈ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസർ അയാൾ ഇൻസിസ്റ്റ് ചെയ്ത് പറയുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ആക്ഷൻ ഇവിടെ വേണം, സ്കൂൾസ് ഓപ്പൺ ചെയ്യണം, അതായത് ഗവൺമെൻറ് സ്കൂൾസ് ഓപ്പൺ ചെയ്യണം, ഇവർക്ക് ലോണൊക്കെ കൊടുക്കണം, അതേപോലെ ഗവൺമെൻറ്റ്സ് റൺ ചെയ്യുന്ന നമ്മളുടെ റേഷൻ കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല, അതേപോലത്തെ എന്താ പറയുന്ന കടകളൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫ്രീ ദ കോൺസ് ഫ്രം ദ ഡോംസ്, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആ ഡോംസിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ ഗവൺമെൻറ് ആക്ഷൻ എടുക്കണം എന്നാണ് പരശുറാം പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്കഷൻ കാണിക്കുന്നത് തന്നെ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേൺ ഡെവലപ്മെൻറ്റ് വിച്ച് ഈസ് എ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി. ഓക്കെ, നമ്മളുടെ കഥയുടെ തീം തന്നെ അതാണ്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേൺ ഡെവലപ്മെൻറ്റ്. രണ്ട് സൈഡിൽ രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് നടക്കുന്നത്. എന്ത്, ഒരു സൈഡ് പറയുന്നത് അവരെ അങ്ങനെ ജീവിക്കാൻ വിടുക, അവരുടെ അതുവരെ അവർ അനുഭവിച്ചു വന്ന ആ ഒരു കൾച്ചർ സിസ്റ്റംസ് അതിലേക്കൊന്നും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകണ്ട, അല്ലെങ്കിൽ അവരെ അങ്ങനെ വിട്ടേക്കണം. മറ്റേ സൈഡ് പറയുന്നത് റാപ്പിഡ് മോഡേണൈസേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു മോഡേണൈസേഷൻ ഇവിടെ ആവശ്യം തന്നെയാണ്, സ്കൂൾസും ഇൻഡസ്ട്രീസും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണ് ആ ഒരു ഡിസ്കഷൻ അവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു വഴിയിൽ തന്നെ അവർ തട്പേനെ മീറ്റ് ചെയ്യണം. ഓക്കെ, സഡൻലി ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് ദ ഗ്രൂപ്പ് എൻകൗണ്ടേഴ്സ് തപ്പ. അവർ നോക്കുമ്പോൾ എന്താണ്, ബെയർ ബോഡീഡായിട്ട് ഒരു ആക്സ് ഒക്കെ പിടിച്ചിട്ട്, ഒരു കോടാലിയൊക്കെ കൈ പിടിച്ചിട്ട് ഫിയർലെസ് ആയിട്ട് ഒരാളിങ്ങനെ നടന്നു വരുന്ന ഒരു ഫോറസ്റ്റ് കൂടെ, അത് അവൻ്റെ വീടാണ് അല്ലെങ്കിൽ ഇതെൻ്റെ സ്ഥലമാണ്, അങ്ങനത്തെ ഒരു ഇമോഷനിൽ ഇങ്ങനെ ഒരു പേടിയില്ലാതെ ഇവർ വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഭാവത്തോടെ ഇങ്ങനെ ഒരാൾ നടന്നു വരുന്നു. ആൻഡ് ഇവനെ കണ്ടിട്ട് ഇവർ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും, ചെറിയൊരു പേടിയും വരും കേട്ടോ, കയ്യിൽ കോടാലിയൊക്കെ ഇരിക്കുമല്ലേ. അപ്പം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് 7 പേരുടെ ഉള്ളിലും ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിലും ആരും പുറത്തൊന്നും കാണിക്കുന്നില്ല. ആൻഡ് അവർ മോസ്റ്റ്ലി അമ്യൂസ്ഡ് ആണ്. ഈ ഒരു ടൈമിൽ ഇവൻ എങ്ങനെ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ നമ്മുടെ തട്പ വളരെ പാവപ്പെട്ട ഒരാളാണ് കേട്ടോ. അവൻ അവരെ സേഫായിട്ട് ഗൈഡ് ചെയ്ത് ഫോറസ്റ്റ് കൂടെ നടക്കും. ആൻഡ് അവൻ വളരെ ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കും, ജോക്ക് ചെയ്യും, ലാഫ് ചെയ്യും. ഒരു കെയർ ഫ്രീ ചൈൽഡിനെ പോലെയാണ് അവൻ അവരോട് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് അവൻ ഇവരോട് എനിക്ക് ഒരു ബീഡിയൊക്കെ തരുമോ, കോയിൻ തരാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു എന്താ പറയുന്ന അത്യാഗ്രഹം പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നൊന്നുമല്ല, ഒരു പ്ലേഫുള്ളായിട്ടുള്ള കളിതമാശ ആ ഒരു രീതിയിൽ തന്നെ ഒരു ചൈൽഡ് പേരൻസിനോട് സ്വീറ്റ്സ് ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു കൊഞ്ചലോട് അല്ലെങ്കിൽ ആ ഒരു ക്യൂട്ട്നെസ്സിലാണ് അവൻ ചോദിക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു ഗ്രീഡി ആ ഒരു ടൈപ്പിൽ അവനെ കാണരുത്, അവനെ അങ്ങനെയല്ല പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഈ തട്പയിലൂടെ അവനോട് സംസാരിക്കുന്നതിലൂടെ എന്താണ് കുറച്ച് കാര്യങ്ങൾ അവിടെ റിവീൽ ആവുകയാണ് അവരുടെ ലൈഫിനെ പറ്റിയിട്ടൊക്കെയുള്ള. സോ തട്പ എക്സ്പ്ലെയിൻസ് ഹിസ് ലൈഫ് ആൻഡ് കസ്റ്റംസ് ടു ദം. എങ്ങനെയാണ് പറയുന്നത്, ഹീ ടെൽസ് ദം ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു പെണുബലി വില്ലേജ് ടു അറ്റൻഡ് എ ദങ്തി ബെൻഡി ഡാൻസ്. ഓക്കെ, ആ ഒരു ട്രഡീഷണൽ കോഡ്ഷിപ്പിനെ പറയുന്നതാണ് ദങ്തി ബെൻഡി ഡാൻസ്. അതായത് ഈ മെൻ ആൻഡ് വുമൺ അവരുടെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നത് ഒരു സോങ്ങും ഡാൻസും ഒക്കെ വെച്ചിട്ടാണ്. അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് പോകുകയാണ് നമ്മളുടെ ഈ തട്പ. ഓക്കെ, അത് അവരോട് പറയാണ്. ആൻഡ് ഹീ എക്സ്പ്ലെയിൻസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കസ്റ്റം ദാറ്റ് ഇൻ ദർ സൊസൈറ്റി മെൻ സിറ്റ് ഇൻ വുമൻസ് ലാപ്പ് വിച്ച് സിംബലൈസ് ദെയർ മാട്രിയാർക്കൽ വാല്യൂസ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ വുമൺ. ഓക്കെ, ആ ഒരു ഇതിൽ ആ എന്താ പറയുന്നത്, മെൻ എങ്ങനെയാണ് ആ വുമണിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നും അവരുടെ മടിയിൽ ഇരിക്കാറുണ്ട് ഈ ഒരു കസ്റ്റമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ വുമൺ അവർ കൊടുക്കുന്ന റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കസ്റ്റം അവിടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ തട്പ വളരെ ലവിങ്ലി ആണ് സ്പീക്ക് ചെയ്യുന്നത് ആരെ പറ്റിയിട്ട്, മദർ എർത്തിനെ പറ്റിയിട്ട്, ധരണിയെ പറ്റിയിട്ട്. ഓക്കെ, ഹോം ദ ട്രൈബ് കൺസിഡർ ദ അൾട്ടിമേറ്റ് നർച്ചറർ. അവർക്കെല്ലാം കൊടുക്കുന്ന പ്രൊവൈഡറായിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ആരെയാണ്, മദർ എർത്തിനെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം നേച്ചർ അവന് എല്ലാം കൊടുക്കും, ഫുഡ് കൊടുക്കും, ഷെൽട്ടർ കൊടുക്കും, ഹാപ്പിനെസ് കൊടുക്കും. മണി എന്ന് പറയുന്ന സാധനത്തിന് അവൻ്റെ ലൈഫിൽ വളരെ ലിറ്റിൽ മീനിങ് ആണെന്ന് എന്നുള്ളത് അവർക്ക് ഇവൻ്റെ സംസാരത്തിലൂടെ മനസ്സിലാവുകയാണ്. ഓക്കെ, സോ ഇവൻ്റെ ആ ഒരു വിസ്ഡം, ഇന്നസെൻസ്, ജോയ്, അവൻ്റെ ആ ഒരു സന്തോഷം അതെല്ലാം വരുന്ന ഔട്ട്സൈഡേഴ്സിനെ നല്ലപോലെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഗൈഡിങ് ദ ഗ്രൂപ്പ് സേഫ്ലി ത്രൂ ദ ഫോറസ്റ്റ് തട്പ അവരെ അവിടുത്തെ ഇങ്ങനെ വിടുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരുടെ അടുത്തുനിന്ന് അവനിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് ആ ഒരു നൈറ്റിൽ ഇങ്ങനെ അവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് ഹാപ്പി ആയിട്ടാണ് അവനിങ്ങനെ പോകുന്നത്. ആൻഡ് ഇത് അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്കഷനെ ഒന്ന് ലൈറ്റ് ആക്കുന്നുണ്ട്. കാരണം അവർ കാണുകയാണ് ആക്ച്വലി ഇവർ വിചാരിക്കുന്ന പോലെ ഒപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഉള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെ വളരെ എന്താ പറയുന്നത് കഷ്ടത അനുഭവിച്ചൊന്നും അല്ല അവർ ജീവിക്കുന്നത്. ആക്ച്വലി ദേ ആർ ഹാപ്പി. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തട്പയുടെ ഈ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
സോ ഇനി അടുത്തത് നമ്മളുടെ എൻഡിങ്ങിലേക്കാണ് കഥ പോകുന്നത്. ആസ് ദ ജേർണി കണ്ടിന്യൂസ്, ആ ഔട്ട്സൈഡേഴ്സ് അപ്പോഴും അവരുടെ ഒപ്പീനിയൻസിൽ ഡിവൈഡഡ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അവർ തിരിച്ചു പോകുകയാണ്, അവർ പുറത്തേക്കുള്ള വഴിയുടെ അവിടെ വരെ എത്തിച്ചിട്ടാണ് അവൻ തിരിച്ചു പോകുന്നത്. ഓക്കെ, ആൻഡ് അപ്പോഴും അവരുടെ ഒപ്പീനിയൻസിലൊക്കെ ഡിവൈഡഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെങ്കിലും അവനെ പറ്റിയിട്ടും അവൻ്റെ ആൾക്കാരെ പറ്റിയിട്ടും അവനിലൂടെ അറിഞ്ഞ വിവരങ്ങൾ അവർക്ക് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തു. ആൻഡ് അവർ പോകുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു, ആ ഒരു മൂൺലിറ്റ് നിയാംഗ്രി ഹിൽസ് അവിടെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കും. ആ ലാസ്റ്റ് സീൻ അതാണ്. ഓക്കെ, ആ ഒരു സൈലൻസിൽ ആ ഒരു മല അങ്ങനെ നിൽക്കുന്നത് സിംബലൈസ് ചെയ്യുന്നത് ബോത്ത് ദ ബ്യൂട്ടി ആൻഡ് ഫ്രാജിലിറ്റി ഓഫ് തട്പാസ് വേൾഡ് ആണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഒരു ഹോണ്ടിങ് ക്വസ്റ്റ്യനോട് കൂടിയാണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഷുഡ് ഡെവലപ്മെൻറ്റ് ബി ഫോഴ്സ്ഡ് അപ്പോൺ സച്ച് എ കമ്മ്യൂണിറ്റി ഓർ ഈസ് ദിയർ വേ ഓഫ് ലൈഫ് വർത്ത് പ്രിസർവിങ്? നമ്മൾ ചെന്നിട്ട് അവരെ മനസ്സിലാക്കി കണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതായത് അവർക്ക് വേണമെന്ന് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതാണല്ലേ എന്ത് ഈ മോഡേണൈസേഷൻ ആയിക്കോട്ടെ, ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഡെവലപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ അത് അവരുടെ മേളിൽ നമ്മൾ ഫോഴ്സ് ചെയ്യണോ? അങ്ങനെ വർഷങ്ങളായിട്ട് ജീവിച്ചു വരുന്ന ജനറേഷൻസായിട്ട് അങ്ങനെ കൾച്ചർ ഫോളോ ചെയ്ത് വരുന്നൊരു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതോ അവർ ഇപ്പോഴാ ജീവിച്ചു വരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അത് നമ്മൾ പ്രിസർവ് ചെയ്യണോ? അത് വെർത്താണോ അങ്ങനെ പ്രിസർവ് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആലോചിക്കാൻ ഇട്ട് തന്നിട്ടാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ആൻഡ് കാണിക്കുന്നുണ്ട് തട്പാട് ലാഫ്റ്റർ ആ ഒരു ഫോറസ്റ്റിൽ ഇങ്ങനെ എക്കോ ചെയ്യുന്നുണ്ട്. എന്താണ് അത് റീഡറിനെ എങ്ങനെയാണ് റിമൈൻഡ് ചെയ്യുന്നത്? ട്രൈബ്സ് ജോയ്, റെസിലിയൻസ്, ഇന്നസെൻസ് ആൻഡ് അൺസർട്ടൈൻ ഫ്യൂച്ചർ. ഓക്കെ, ഈ 3 കാര്യങ്ങളെ സിംബലൈസ് ചെയ്തുകൊണ്ടാണ് അവൻ്റെ ആ ഒരു ചിരി അവിടെ എല്ലാം എക്കോ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊക്കെ ടൈമിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ ചോദിക്കുമായിരിക്കും. മേ ബി എന്താണ് നമ്മളുടെ ഒരു അഭിപ്രായം, അവിടെ ഡെവലപ്മെൻറ്റ് വേണോ വേണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഓരോ റീഡറിനെ അനുസരിച്ചും മാറി മാറി വരാം. ആസ് എ റീഡർ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നമ്മളുടെ പ്രൊഫസർ ഭരത്തിനോട് യോജിക്കുന്നു. അതായത് പെട്ടെന്നൊരു റാപ്പിഡ് മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഒന്നും അവർക്കൊരിക്കലും താങ്ങാനോ ഡൈജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അവരുടെ ആ ഒരു കൾച്ചറിനെയൊക്കെ ബ്രോക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതേസമയം തന്നെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആ ഒരു നെയ്ബറിങ് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നൊക്കെ അവരെ രക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ അവരുടെ ആ ഒരു രീതിയിൽ തന്നെ അവരെ ജീവിക്കാൻ വിട്ടുകൊണ്ട് അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചതും ഡിഫറെൻ്റ് ആകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അത്രയാണ് തട്പ എന്ന് പറയുന്ന സ്റ്റോറി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന്. ഓക്കെ, എങ്കിലല്ലേ എനിക്ക് അറിയുള്ളൂ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന്. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാളെയാണ് എക്സാം. അപ്പോൾ ഇനി ഒരു ഷോർട്ട് സ്റ്റോറി കൂടി എന്തോ ലെഫ്റ്റ് ആയിട്ടുണ്ട്. ദെൻ കുറച്ച് പോയിട്ടറി ഡിസ്കഷൻസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഗിവ് മീ എ ലൈക്ക്. ഓക്കെ, അതാണ് എനിക്കൊരു എൻകറേജ്മെൻറ്റ്. ആൻഡ് കൺസിഡർ ചെയ്യണേ കേട്ടോ.